ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൻട്രൽ ഫോഴ്സ് എന്ന് കണ്ടു. അതായത് സെൻട്രൽ ഫോഴ്സസ് ആർ ദ ഫോഴ്സസ് വിച്ച് ആർ ഓൾവേസ് ആക്ടിങ് എയ്തർ ടുവാർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ആ ഫിക്സഡ് പോയിന്റിലേക്കോ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഡിനോട്ട് വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്. ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് സെൻട്രൽ ഫോഴ്സസ്. നെക്സ്റ്റ്, സെൻട്രൽ ഫോഴ്സ് മോഷൻ ആസ് എ വൺ ബോഡി പ്രോബ്ലം. ഹിയർ എ ആൻഡ് ബി ആർ ദ two bodies with masses m1 and m2. Vector r1 and vector r2 are the position vectors. ഈ ടു ബോഡി പ്രോബ്ലം വൺ ബോഡി പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മ്യൂ വെക്റ്റർ ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ് എന്ന ഇക്വേഷൻ കിട്ടും. ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇറ്റ്സ് കോൾഡ് റെഡ്യൂസ്ഡ് മാസ്. നെക്സ്റ്റ്, പൊസിഷൻ വെക്റ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഹിയർ വെക്റ്റർ r1 and vector r2 are the position vectors. In terms of center of mass, vector r1 is equal to m2 vector r divided by m1 plus m2, and vector r2 is equal to minus m1 vector r divided by m1 plus m2. ഇത്രയും ടോപ്പിക്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. Next part general properties of central force motion. First, angular momentum conservation. When a particle is moving under the influence of central force, its angular momentum is conserved. സെൻട്രൽ ഫോഴ്സിൻ്റെ അണ്ടറിലുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ദ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഫിസിക്കൽ ടു എഫ് ഓഫ് ആർ. Therefore, the torque acting on it is given by dl by dt is equal to r cross f is equal to r cap cross f of r cap. dl by dt is equal to r f of r cap cross r cap is equal to 0. So the r cap cross r cap is equal to 0. That is dl by dt is equal to 0. That is implies angular momentum is a constant. Therefore, angular momentum is conserved in magnitude and direction. Next properties is the motion under the central force is a planar. The motion under central force is planar, that is, motion takes place in a plane since the angular momentum is conserved. That L is equal to r cross p is equal to mu r cross v is a constant vector. This is implying that both v and r must always lie in the plane perpendicular to the fixed vector. The next properties is motion under the central force is described by any two independent coordinates. Once the orbital plane is known, the complete trajectory of the particle moving under central force is described by any two independent coordinates. സെൻട്രൽ ഫോഴ്സിൻ്റെ അണ്ടറിലുള്ള കംപ്ലീറ്റ് ട്രാജക്ടറി ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആവും. പോളാർ കോർഡിനേറ്റ്സിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആറും തീറ്റയാണ്. ദ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഈ പോളാർ കോർഡിനേറ്റ്സിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് മ്യൂ ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ക്യാപ്. ഇറ്റ്സ് ബിക്കം മ്യൂ ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ എ ക്യാപ് പ്ലസ് മ്യൂ ആർ ഡബിൾ ഡോട്ട് പ്ലസ് 2r ഡോട്ട് r theta double dot a cap is equal to f of r double dot. So we can write mu r double dot minus r theta dot square is equal to f of r, and mu r theta double dot plus 2r dot theta dot is equal to 0. Also, mu r square theta double dot plus 2r r dot theta dot is equal to 0.
or mu r square theta double dot plus mu 2 r dot theta dot is equal to 0. That's d of mu r square theta dot by dt is equal to 0. Mu r square theta dot is equal to I theta dot, that is equal to I omega is equal to angular momentum, that is dl by dt is equal to 0. And implies that L is a constant. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടി എനർജി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി, മ്യൂ ഡി വി ബൈ ഡി ടി is equal to മൈനസ് ഡെൽ യു. അപ്പോൾ ഇനി ഈ ഡെൽ യുവിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മ്യൂ ഡി വി ബൈ ഡി ടി പ്ലസ് ഡെൽ യു ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ വരും. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് വി. ത്രൂ ഔട്ട് നമ്മൾ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ മൾട്ടിപ്ലൈ വിത്ത് വി നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഡി വി ബൈ ഡി ടി ഇൻറ്റു വി പ്ലസ് ഡെൽ യു ഇൻറ്റു വി ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷനിലെ ഈ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് നമുക്ക് ഡെൽ യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഡെൽ യുവിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡി യു ബൈ ഡി ആർ. വിൻ്റെതോ ഇറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ഈ ഒരു ഡെൽ യു ഇൻറ്റു വി എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന ഇക്വേഷനാക്കി മാറ്റാം. ഇനി ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡി യു ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ എന്താണ്? ഡെൽ യു ഇൻറ്റു വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി. ഇനി ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ടും ഇതിനെ ഇക്വേഷൻ 1 ആയിട്ടും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ 2 ഇനി 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ substituting 2 in 1 നമുക്ക് കിട്ടാൻ പോകുന്നത് മ്യൂ ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡി വി സ്ക്വയർ ഉണ്ടാവും, കാരണം വി ഹാവ് മൾട്ടിപ്ലൈഡ് വി ഹിയർ. ഓക്കെ, മ്യൂ ഡി വി സ്ക്വയർ ബൈ ഡി ടി. ഇനി ഇതിനെ നമുക്ക് എന്താക്കാം? ഇതെന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് മ്യൂ half mu v square plus u ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് വി നോ ദാറ്റ് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവാണ് 0 ആയിട്ട് എപ്പോഴും മാറുന്നത്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ എന്താക്കി മാറ്റാം? നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് യു ഇസ് എ കോൺസ്റ്റൻറ്റ്. അതായത്
ഇതെന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് മ്യൂ സോറി ഹാഫ് മ്യൂ വി സ്ക്വയർ പ്ലസ് യു ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് വി നോ ദാറ്റ് ഏതൊരു ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവാണ് 0 ആയിട്ട് എപ്പോഴും മാറുന്നത്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനെ എന്താക്കി മാറ്റാം? നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് യു ഇസ് എ കോൺസ്റ്റൻറ്റ്. അതായത് സോ ആ ഒരു ഇക്വേഷന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതായത് നമ്മൾ പറഞ്ഞു ഹാഫ് മ്യൂ വി സ്ക്വയർ പ്ലസ് യു ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതിൽ ഹാഫ് മ്യൂ വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി. ആൻഡ് യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആക്ച്വലി ഇറ്റ് ഈസ് ദി ടോട്ടൽ എനർജി. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഒരു സെൻട്രൽ ഫോഴ്സിനെ, ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഫോഴ്സിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ റേസ് ടു എൻ. ഓക്കെ, ഇതിൽ കെയും എന്നും ഒരു കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ലോനെ നമ്മൾ പറയുന്ന പേരാണ് ദി nth പവർ ലോ. ഓക്കെ, ഒന്നുമില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൻട്രൽ ഫോഴ്സിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷന് ആണ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ റേസ് ടു എൻ. ഈ ഒരു എന്താ പറയുക ലോനെ പറയുന്ന പേരാണ് nth പവർ ലോ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇനി so we got this as what nth power law. ഓക്കെ, ഇനി ഇതിൽ n ഈക്വൽ ടു -1 ആയാൽ, ഓക്കെ ഓക്കെ, if n is equal to -1, n -1 ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ റേസ് ടു -1. ഓക്കെ, ഈ ആർ റേസ് ടു -1 നമുക്ക് മേലോട്ട് കൊടുത്താൽ ഒരു പോസിറ്റീവ് ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മൈനസ് കെ ബൈ മൈനസ് കെ ഇൻറ്റു ആർ. ഇതാണ് n ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താ സ്പ്രിങ്ങിൻ്റെ ഹാർമോണിക് ഓസിലേഷനിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ്, റൈറ്റ്? അപ്പോൾ സെയിം തിങ്, ഇതിൽ സ്പ്രിങ് വേണ്ടാന്നേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷനാണ് ഈ പറയുന്ന എഫ് ഓഫ് ആർ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ആർ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ റിപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലാ ഹാർമോണിക് ഓസിലേറ്റേഴ്സിനെയും റിപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് n ഈക്വൽ ടു -1 ആയിരുന്നു കേസ്. ഇനി ഒരു സെക്കൻഡ് കേസ് നമ്മൾ നോക്കുകയാണ്, n ഈക്വൽ ടു 2. അതായത് എന്ത് വരും, എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ സ്ക്വയർ വരും. ഓക്കെ, മൈനസ് കെ ബൈ ആർ സ്ക്വയർ, ഇതിൽ കെ നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം, ഏത് വാല്യൂസും കെയിനെടുക്കാം. ഓക്കെ, ദിസ് represents ഈ ഒരു ഇക്വേഷൻ, this represents inverse square law of force. Inverse square law of force. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു 2 പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. അതായത് നമ്മൾ nth പവർ ലോയിലേക്ക് എന്നിന് -1ഉം എന്നിന് 2 എന്നീ 2 വാല്യൂസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഇക്വേഷൻസ്. ഓക്കെ, ഇക്വേഷനാണ് ഈ പറയുന്ന എഫ് ഓഫ് ആർ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ആർ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ റിപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലാ ഹാർമോണിക് ഓസിലേറ്റേഴ്സിനെയും റിപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് n ഈക്വൽ ടു -1 ആയിരുന്നു കേസ്. ഇനി ഒരു സെക്കൻഡ് കേസ് നമ്മൾ നോക്കുകയാണ്, n ഈക്വൽ ടു 2. അതായത് എന്ത് വരും, എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ സ്ക്വയർ വരും. ഓക്കെ, മൈനസ് കെ ബൈ ആർ സ്ക്വയർ, ഇതിൽ കെ നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം, ഏത് വാല്യൂസും കെയിനെടുക്കാം. ഓക്കെ, ദിസ് represents ഈ ഒരു ഇക്വേഷൻ, this represents inverse square law of force. Inverse square law of force. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ 5th പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. ഈ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ഓക്കെ, ഇതിന് നമ്മൾക്ക് ഒരു ഗ്രാഫ് വരക്കാം വിത്ത് വെക്റ്റർ ആർ. ഓക്കെ, വെക്റ്റർ ആർ, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് ഇസ് ഡി തീറ്റ. പിന്നെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റയാണ്. ആർ ഡി തീറ്റ, ആൻഡ് ഇറ്റ് ഈസ് in this direction. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പോർഷൻ നമുക്കൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് വിത്ത് ദിസ് പാർട്ട് ആസ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഈ ആർ ഡി തീറ്റ എന്ന് പറയുന്നത് ഈ ലൈന് ആൾട്ടിറ്റ്യൂഡാണ് ഓഫ് ദി ട്രയാങ്കിൾ, ഓഫ് ദിസ് ബ്ലൂ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്, ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ബേസ് ആറാണ്, ഹൈറ്റ് ആർ ഡി തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ. ഇനി ഇതിനെ ടീൻ്റെ ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ ഇനി ഡി തീറ്റ ബൈ ഡി ടിനെ നമ്മൾ ഡോട്ടിൻ്റെ ടേംസിലേക്ക് മാറ്റാൻ, ഫോമാറ്റിലേക്ക് മാറ്റാണ്, ഹാഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഓക്കെ,
തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് വി ആർ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ഇറ്റ് വിത്ത് മ്യൂ. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് വിത്ത് മ്യൂ നമുക്ക് എന്ത് കിട്ടും? ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ബൈ മ്യൂ. ഓക്കെ, മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ബൈ മ്യൂ. ഇതിൽ മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആംഗുലാർ മൊമെൻറ്റം എൽ. അപ്പോൾ we can write this equation as L by 2 mu. ഇനി ഈ L കൺസേർവ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞതാണ്. ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ് എൽ കൺസേർവ്ഡ് ആകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് the radius vector swept out equal areas in equal times. അതായത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ റേഡിയസ് വെക്റ്റർ എന്ത് ചെയ്യും? ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയ കവറപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി എന്ത് പറയുന്നത് എന്ന് പറഞ്ഞത് ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ഓക്കെ, ഈ ലോ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന ലോ ആണ്. ഏത്? ദിസ് ഈസ് വാട്ട്? കെപ്ലർസ് ലോ, സോറി, കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ദി ആംഗുലാർ മൊമെൻറ്റം എൽ. അപ്പോൾ we can write this equation as L by 2 mu. ഇനി ഈ എൽ കൺസേർവ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞതാണ്. ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ് എൽ കൺസേർവ്ഡ് ആകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് the radius vector swept out equal areas in equal times. അതായത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ റേഡിയസ് വെക്റ്റർ എന്ത് ചെയ്യും? ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയ കവറപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി എന്ത് പറയുന്നത് എന്ന് പറഞ്ഞത് ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ഓക്കെ,
ഈ ലോ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? കെപ്ലർ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന ലോ ആണ്. ഏത്? ദിസ് ഈസ് വാട്ട്? Kepler's second law of planetary motion. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 general properties of central force. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ് ആണ്, സെൻട്രൽ ഫോഴ്സ് മോഷനാണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് ഇറ്റ് ഈസ് അബൌട്ട് ദ ആംഗുലാർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് എന്നുള്ള പോയിന്റ് നമ്മൾ പഠിച്ചു. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് മോഷൻ, അത് ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്. ദ സെൻട്രൽ ഫോഴ്സ് മോഷൻ ഇസ് പ്ലാനാർ മോഷൻ, ഒരു പ്ലെയിനിലാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ തേർഡ് ലോ എന്ന് പറയുന്നത് എൽ ഇസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. ഓക്കെ, that is angular momentum is a constant of motion ആണ്. പിന്നെ ഫോർത്ത് ലോ, ദ സെൻട്രൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അത് നമ്മൾ എനർജി വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. സോ സെൻട്രൽ ഫോഴ്സ് ഇസ് എസെൻഷ്യലി എ കൺസർവേറ്റീവ് ഫോഴ്സ്. പിന്നെ ഫിഫ്ത്ത് ലോയിൻ്റെ പേര് തന്നെ ലോ ഓഫ് ഈക്വൽ ഏരിയാസ് എന്നാണ്. അതിൽ നമ്മൾ ബേസിക്കലി പ്രൂവ് ചെയ്യുന്നത് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷനാണ്, വിച്ച് സേസ് ദ റേഡിയസ് വെക്റ്റർ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. Okay, so that's all for today's class. Thank you.